നമ്മുടെ നാട്ടിൽ ഇപ്പം ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ജോലിയാണ്. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് സെറ്റിൽമെൻ്റ് ആയെന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്നോട് കുറച്ച് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്, അതായത് ഡിഗ്രി അതായത് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളുകൾ, ചില ആളുകൾ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതിൽ പല ആളുകളും എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ ജോബിനെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനും ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഗൈസ്, നാട്ടിൽ വന്നത് കാരണം തന്നെ കുറച്ച് ചൂടൊക്കെ കാരണം ബോഡി നല്ല ഹീറ്റാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയത് കാരണം തന്നെയാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇന്ന് കുറച്ച് ഞാൻ മുമ്പ് കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഒരുപാട് റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ വിശ്വസിച്ച് എന്തിനും ഓക്കെയാണ് ബ്രോ വിശ്വാസം എന്നുള്ള വിശ്വാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മളെ ജോബിനെ കുറിച്ച്, കാരണം ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അപ്ഡേഷൻ ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോസിൽ ഞാൻ ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എൻ്റെ വീഡിയോസിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന, എനിക്ക് അത്രയും 100% സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജോബ് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പം വെറുതെ ഇങ്ങനെയുള്ള ജോബുകൾ റഷ്യയിൽ അവൈലബിൾ ആണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ ജോബിനെ കുറിച്ച് വീഡിയോസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. റീസെൻ്റ്ലി എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരാൾ ഇപ്പം MBT ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിൽ പുള്ളിക്ക് ഹൈ സാലറിയാണ്, നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും പുള്ളി എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുള്ളി വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രോ എനിക്ക് ഇവിടുന്ന് ജോബ് ഒരു ലോങ് ടേമിലേക്ക് ജോബ് റിസൈൻ ചെയ്തിട്ട് എനിക്ക് പുറത്ത് രാജ്യത്തേക്ക് വരാൻ താല്പര്യമുണ്ട്, എനിക്ക് റഷ്യയിലേക്ക് വരാൻ വേണ്ടി താല്പര്യമുണ്ട് ബ്രോ, എനിക്ക് അവിടത്തേക്ക് ഒരു വിസ എടുത്തരോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ നിങ്ങളിപ്പം ഒരു ഹൈ ലെവലിലല്ലേ, നല്ലൊരു ജോബല്ലേ, സർക്കാർ ജോലിയല്ലേ, അതായത് MBT ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ പറയുമ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു സാലറി അവർക്ക് ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ ഒരു ഫ്രണ്ടായ രീതിയിലാണ് ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നീ എന്തായാലും ആ ജോബിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ, റഷ്യയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോബിലേക്ക് നോക്കണോ, നിങ്ങൾക്കൊരു നല്ലൊരു ജോബിലേക്ക്. കാരണം ഇവിടുത്തെ സാലറി കുറവാണ്, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും നാട് വിട്ട് പുറത്ത് പോയിട്ട് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിങ്ങനെ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എടുത്ത ഒരു ജോബല്ല, എന്തിനാണ് ഞാൻ അത് റിസൈൻ ചെയ്തിട്ട് റഷ്യയിലേക്കൊക്കെ വരുന്നത്. അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം റഷ്യയോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, റഷ്യ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്. പിന്നെ അങ്ങനെ അയാൾ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും റഷ്യയിലെത്തണം, എന്തെങ്കിലും ജോബ് ബ്രോ എനിക്ക് റെഡിയാക്കി തരാൻ പറ്റുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയൊരു ജോബ് ഇപ്പം അറ്റ് പ്രസൻറ്റ് റഷ്യയിലില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത്രയൊക്കെ ഹൈ പൊസിഷൻ ലെവലിൽ വർക്ക് ചെയ്ത ഒരാൾ ഇപ്പം വന്നിട്ട് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അങ്ങനെ അതിനെക്കുറിച്ച് യാതൊരു നോളജൊക്കെ ഇല്ലാത്ത അങ്ങനെയാണ് ആ ജോബിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ. കാരണം അങ്ങനെയുള്ള ആളുകളൊന്നും ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള പല ആളുകളും പോലീസിലായാലും അതുപോലെ തന്നെ MBT ഡിപ്പാർട്ട്മെൻറ്റിലായാലും അതുപോലെ തന്നെ പല സർക്കാർ ജോലികളിലൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് റഷ്യയിലേക്ക് വിസ എടുത്ത് തരാൻ പറ്റുമോ, അവിടെ എങ്ങനെ സെറ്റിൽ ആകാൻ പറ്റും ബ്രോ എങ്ങനെ സെറ്റിൽ ആയി എന്നൊക്കെ ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതിനോട് പറയാനില്ല, നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ സാലറി ഉണ്ടെങ്കിൽ പോലും നാട്ടിലെ ക്ലൈമാറ്റും നാട്ടിലെ ആ ഒരു ഹാപ്പിനെസ് ഒരിക്കലും മറ്റൊരു രാജ്യത്ത് നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും ഒരിക്കലും വേറൊരു രാജ്യത്ത് കിട്ടത്തില്ല. എത്ര വലിയ സാമ്പത്തികമായിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യമായാൽ പോലും, ഈവൻ ലക്സംബർഗ് പോലും, നമുക്ക് പൈസ അല്ല, നമ്മുടെ മനസ്സിൻ്റെ ഹാപ്പിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മൾ ഏറ്റവും നോക്കേണ്ടത്. കാരണം നമ്മളെ നാട്ടിലുള്ള ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു പരിധിവരെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു പരിധിവരെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പോലും, ചില ആളുകൾക്ക് പോലും നമ്മളെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ നമ്മളെ ഒരു എന്താ പറയുക, നമുക്ക് എന്താണോ തോന്നുന്നത്, മറ്റുള്ളവരെ
അങ്ങനെയുള്ള ഒരു മൈൻഡിലുള്ള ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് മറ്റുള്ളവർ എന്ന് വിചാരിച്ചോട്ടെ, അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെക്കുറിച്ച് മോശമായിട്ടോ നല്ലതായിട്ടോ എന്തെങ്കിലും വിചാരിച്ചോട്ടെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആളുകളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് നാട്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അല്ലാതെ ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ജോബ് ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ റഷ്യയിൽ തന്നെ ഒരുപാട് നല്ല നല്ല ഓഫേഴ്സ് വരുന്നുണ്ട് ഇന്ത്യൻസിന്. ഞാൻ പറഞ്ഞു, അതായത് ഈ പുറത്തുള്ള മുമ്പൊക്കെ അർമേനിയ, അതുപോലെ തന്നെ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് റഷ്യയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ റഷ്യയിലേക്ക് കൂടുതലും അവർ ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിസ കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ത്യൻസിന് ഒരുപാട് വേക്കൻസി ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ത്യൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് പഠിക്കേണ്ട ഒരു ഇഷ്യൂസ് ഉണ്ട്. ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. അവർ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ജോബുകളിലേക്ക് റഷ്യയിലേക്ക് മാറും. യൂറോപ്പിനേക്കാളും നല്ല സ്റ്റാൻഡേർഡ് ജോബ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഹൈ സാലറിനെ നിങ്ങൾക്ക് റഷ്യയിൽ വാങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് റഷ്യൻ്റെ. കാരണം യൂറോപ്പിൽ വാങ്ങുന്നതിൻ്റെ ട്രിപ്പിൾ ഇരട്ടി സാലറിയൊക്കെ റഷ്യയിൽ വാങ്ങുന്ന ആളുകളുണ്ട്, എനിക്കറിയാവുന്നത് തന്നെയാണ്. റഷ്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്, സ്റ്റാൻഡേർഡ് കൺട്രിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരുപാട് വേക്കൻസി അവൈലബിൾ ആണ് റഷ്യയിൽ. അപ്പോൾ വേക്കൻസിയെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വേക്കൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേക്കൻസിയെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല പുതിയ അപ്ഡേഷൻ വരാനുണ്ട് റഷ്യയിലേക്ക്. അപ്പോൾ ഞാൻ അപ്ഡേഷൻ കറക്റ്റ് കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാറുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പിന്നെ ഒരുപാട് റഷ്യ എന്ന രാജ്യത്ത് റഷ്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യയിൽ നിങ്ങൾ കാണുന്ന ന്യൂസിൽ ഒരുപാട് ഫേക്കാണ്. നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ട. റഷ്യ ഹൈ ലെവൽ പൊസിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും രാജ്യം റഷ്യക്കെതിരെ സാങ്ഷൻ ഏർപ്പെടുത്തിയിട്ടും റഷ്യ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ റഷ്യൻ്റെ പവർ എത്ര ആയിരിക്കണം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം അമേരിക്ക പോലും റഷ്യക്കെതിരായിട്ട് പോലും റഷ്യ പിടിച്ചു നിൽക്കുന്നുണ്ട്. റഷ്യയുടെ സാമ്പത്തികമായിട്ട് ഒരിക്കലും റഷ്യയെ മറ്റു രാജ്യങ്ങൾക്ക് തകർക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ റഷ്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ എന്ന രാജ്യം ഇപ്പോഴും ഹൈ പവറിലാണ്, നല്ല പൊസിഷനിൽ തന്നെയാണ്. എപ്പോഴും എങ്ങനെയാണ് ഉണ്ടായത് അതിനേക്കാളും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോബിൻ്റെ കാര്യത്തിലൊക്കെ ജോബൊക്കെ വന്ന് അന്വേഷിച്ച് വരുന്നവർക്കൊന്നും ആരും പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് നല്ല ജോബും കാര്യങ്ങളും കിട്ടും. പക്ഷേ നിങ്ങൾ ഫേക്കിൽ പോയി വീഴാതിരിക്കുക. ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ട്രാപ്സ് ഒരുപാട് നടക്കുന്നുണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ നിങ്ങൾ അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതായത് നാട്ടിലുള്ള സർക്കാർ ജോലിയുള്ള ആളുകൾക്ക് പോലും റഷ്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളിപ്പോൾ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നാട്ടിൽ ജോലി രാജിവെച്ചിട്ട് യൂറോപ്പ് പോലുള്ള കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയിലേക്ക് ഒരുപാട് ആൾക്കാർ ഈവൻ എൻ്റെ ഫ്രണ്ട് പോലും ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, നമുക്ക് നമ്മുടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. കാരണം നാട്ടിലത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ നാട് വിട്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാട്ടിൽ നമുക്ക് നമ്മളേതായിട്ടുള്ളൊരു ഫ്രീഡം കിട്ടുന്നില്ല ചില ആളുകൾക്ക്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരാളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആരും പേടിക്കാനില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേ ഇപ്പം എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പം ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഇന്ത്യൻ സിറ്റിസൺ വിട്ടു, ഇപ്പം റഷ്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ നാട് നമ്മൾ കുറേ വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മളേതായിട്ടുള്ള ആ ഒരു ഫീലിങ്ങും ആ ഒരു വെതറൊക്കെ ഇപ്പം മാറുന്നതായിട്ടുള്ള അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്നിരുന്നാലും നാട്ടിൽ ഒരു പെർമനൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ലെവലിലുള്ള സാലറി കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ ജീവിക്കാം. നമുക്ക് നാട്ടിൽ ഒരു നല്ലൊരു സാലറിയും നല്ലൊരു ലൈഫും ഉണ്ടെങ്കിൽ നാട് തന്നെയാണ് ബെറ്റർ. നല്ലൊരു വെതറൊക്കെ നാട്ടിലെ പോലത്തെ ഒരു വെതർ ഒരിക്കലും റഷ്യയിലൊന്നും ഒരിക്കലും കിട്ടത്തില്ല, ഉറപ്പിച്ചു പറയാണ്. കാരണം അവിടെയൊക്കെ തണുപ്പും പിന്നെ ചൂടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് കൺട്രിയാണ്. പക്ഷേ നാട് നമ്മുടെ നാട് തന്നെയാണ്. അത് ഞാൻ നിങ്ങളോട് ഓപ്പണായി തുറന്നു പറയാം. പക്ഷേ സാലറിയൊക്കെ നമുക്ക് നല്ലൊരു ഹൈ ലെവൽ സാലറി, ഹൈ സ്റ്റാൻഡേർഡ് ലൈഫാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ റഷ്യ പോലത്തെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നല്ല കാര്യം തന്നെയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നാട് നോക്കുന്നവർക്ക് നാട്ടിൽ തന്നെ ഈ ചെറിയ സാലറിയിൽ നിന്ന് പോകാൻ താല്പര്യമുള്ളവർക്ക് നാട്ടിൽ തന്നെ പോകാം. നാട്ടിൽ നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നാട് തന്നെയാണ് ബെറ്റർ, ഞാൻ അത് പറയാം. പിന്നെ പുറത്തേക്ക് ഒരുപാട് പേര് നോക്കുന്നുണ്ട്, അങ്ങനെയെങ്കിലും പുറത്ത് പോയി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക, റിസ്ക് എടുക്കാൻ തയ്യാറാകുക, എന്നിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ചെറിയ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ.